ലാലേട്ടൻ്റെ ആ ഒരു ബിഗ് ബോസ് എൻട്രി തന്നെ സൂപ്പറാണ് കേട്ടോ. ഒരു രാജാവിൻ്റെ വേഷത്തിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊക്കെ രാജാവ് തന്നെയാണ് ലാലേട്ടൻ അല്ലേ. അപ്പം ദൃശ്യം 3 ഇങ്ങനെ അടിപൊളി വലിയ ലെവലിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ലാലേട്ടന് ഇങ്ങനെ ഒരു ഇതിലോട്ട് വന്നേക്കുന്നത്. ഹായ് കൂട്ടുകാരെ, അപ്പം ബിഗ് ബോസ് 8 വരാൻ പോകുകയാണ് കേട്ടോ. ഇതിൽ ആരൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഉടനെ വരുന്നുണ്ട് നമ്മുടെ ലാലേട്ടൻ വലിയ ഗെറ്റപ്പിലൊക്കെയാണ് വരുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഉണ്ടല്ലോ, അഗ്നി പരീക്ഷയിൽ നിന്നും കോമണറായിട്ടുള്ള ഒരുപാട് പേരെ തിരഞ്ഞെടുക്കുന്നു എന്നാണ്. പക്ഷേ എന്നാലും കോമണറായിട്ടുള്ള ആൾക്കാരൊന്നും ഇതിനകത്ത് വന്നിട്ടില്ല. അത്യാവശ്യം എല്ലാം അറിയാവുന്ന ആൾക്കാരാണ് നമ്മുടെ ഇതിൽ വന്നേക്കുന്നത് കേട്ടോ. ആദ്യമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആളാണ് സാജൻ സൂര്യ എന്ന് പറയുന്നത്. സിനിമാ താരവും സീരിയൽ രംഗത്തും എല്ലാം തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സാജൻ സൂര്യ. അതുപോലെ തന്നെ ഇതും കോമണറായിട്ടുള്ളൊരു വ്യക്തിയല്ല, നമുക്കെല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് തോന്നുന്നത് അല്ലേ. അടുത്തതായിട്ട് ദൃശ്യം 3 വീണ നന്ദകുമാറാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. ഇതും കോമണറല്ല, കാര്യം പുള്ളിക്കാരി ഇപ്പം അത്യാവശ്യം ഫേമസ് ആയ ഒരു ആളാണ് വീണ നന്ദകുമാറും. അടുത്തതായിട്ട് വരുന്നത് ഒരു ഇൻസ്റ്റഗ്രാമും യൂട്യൂബറും ഇൻഫ്ലുവൻസറായിട്ടുള്ള ധനുശ്രീ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. ഇതും നമുക്ക് കോമണറായിട്ട് പറയാൻ പറ്റത്തില്ല, അത്യാവശ്യം സോഷ്യൽ മീഡിയ വഴി തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇതിനകത്ത് എവിടെയാണ് കോമണറെന്ന് ഉള്ള രീതിയിൽ നമുക്ക് അറിയാൻ പറ്റുന്നില്ല കേട്ടോ. പിന്നെ അടുത്തതായിട്ട് വരുന്ന ഒരാളാണ് എസ്തഫാർ അനിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി. ഇതിനെയും നമുക്ക് കോമണറായിട്ട് പറയാൻ പറ്റൂല അല്ലേ. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അടുത്തതായിട്ട് നമുക്ക് വരാൻ പോകുന്ന മോഡലിംഗ് താരം വൈഗ റോസിനെയാണ് നമ്മൾ അടുത്തതായിട്ട് പ്രതീക്ഷിക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല രീതിയിലൊക്കെ എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു വ്യക്തിയാണ് വൈഗ റോസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് വരാൻ പോകുന്നത് സീരിയൽ താരവും മാജിക് ഷോയിലും ഒക്കെ അത്യാവശ്യം നിറഞ്ഞു നിൽക്കുന്ന എല്ലാവർക്കും ഫേമസ് ആയി മൃദുല എന്ന് പറയുന്ന ഒരു താരത്തെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. ഇദ്ദേഹവും വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്തതായിട്ട് വരാൻ പോകുന്നതാണ് യൂട്യൂബ് താരം നമ്മുടെ രചനയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഒക്കെ നല്ല കോമഡി റീൽസൊക്കെ ചെയ്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് രചന. അപ്പം അതാണ് വരാൻ പോകുന്നത്. അടുത്തതായിട്ട് വരാൻ പോകുന്നത് നമ്മുടെ ലക്ഷ്മി നക്ഷത്രയാണ് കേട്ടോ. പുള്ളിക്കാരിയെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഇത്രയും ഈ ആൾക്കാരുണ്ടെങ്കിൽ ഇതിലെല്ലാം മെച്ചപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്നത് കേട്ടോ. ഒരുപാട് പേർക്ക് സഹായങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അടുത്തത് വരാൻ പോകുന്നത് ശ്രുതി സിതാരയാണ് കേട്ടോ. അത്യാവശ്യം എല്ലാവർക്കും സോഷ്യൽ മീഡിയ വഴി എല്ലാവർക്കും പരിചിതമുള്ള വ്യക്തിയാണ് നമ്മുടെ ശ്രുതി സിതാര എന്ന് പറയുന്നത്. അടുത്തതായിട്ട് വരാൻ പോകുന്നത് റോഹൻ ലെനയാണ് കേട്ടോ. പുള്ളിക്കാരനെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതിനകത്തൊന്നും നമ്മൾ കോമണറായിട്ടുള്ള സാധാരണ ഒരു വ്യക്തിയെ നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല അല്ലേ. അപ്പം ഇതിനകത്ത് ആരൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യും. ഒരിക്കലും നമ്മൾ ബിഗ് ബോസിനെ കുറ്റം പറയുകയൊന്നും അല്ല കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പ്രോഗ്രാമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. എന്നാൽ അത് കുറച്ച് പേർക്ക് ഇഷ്ടമല്ലാത്ത പ്രോഗ്രാമാണ്. പക്ഷേ ഇതിൽ കൂടി നമുക്കൊരു മിച്ചം എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ സ്വഭാവങ്ങൾ എങ്ങനെയാണ്, എന്താണ്, നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നവരുടെ സ്വഭാവങ്ങളും കാര്യങ്ങളും നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. പക്ഷേ ഒറ്റ കാര്യത്തിൽ മാത്രമുള്ള വിഷമം ഇതിനകത്ത് കോമണർ എന്ന് പറയുന്ന സാധാരണക്കാർ എവിടെയാണ് എന്നുള്ളത്.